ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് ഈ കാർഡ്സ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് യാതൊരു അറിവുമില്ല എന്തായിരിക്കും യൂണിവേഴ്സ് പറയാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മൾക്ക് ഈ പറയുന്ന റീഡിങ്, ടാരറ്റ് റീഡിംഗ് ഒക്കെ നിങ്ങളിലേക്ക് എത്തണമെന്ന്, അല്ലെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങളിപ്പോൾ ടാരറ്റ് റീഡിംഗ് കാണുമ്പോൾ എല്ലാതും നിങ്ങൾക്ക് ഓപ്പണാക്കി നോക്കാൻ തോന്നുന്നുണ്ടായിരിക്കില്ല. ഓപ്പണാക്കി നോക്കാൻ തോന്നിപ്പിക്കുന്ന ചില വീഡിയോസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ഡിവൈൻ പ്ലാൻ അവിടെ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഈ ടാരറ്റ് റീഡിങ്ങിലൂടെ പറയുന്ന കാര്യങ്ങളാണെങ്കിലും അത് ഡിവൈൻ്റെ വാക്കുകളാണ്. ഓക്കെ, എൻ്റെ വാക്കുകൾ നിങ്ങൾ ഡിവൈൻ്റെ വാക്കുകളായിട്ട് എടുക്കുക. എന്നെ ഡിവൈനായിട്ട് കാണണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. ഈ സമയത്ത് നമുക്ക് വരുന്നൊരു ഇൻഡ്യൂഷൻ, നമുക്ക് ആരോ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ വാക്കുകളും എനിക്ക് കിട്ടുന്നത് നമ്മുടെ ഡിവൈനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ വരുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഇത്രയും കാലം പോയിട്ടുള്ള ഒരു ലൈഫ് അല്ല അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ മുമ്പോട്ടേക്ക് പോകുന്നത്. അവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണിത്. ഓക്കെ, അവർക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളെ പരിചയപ്പെടണം, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഏറെക്കുറെ പേരുടെ എനർജിയിലും കാണുന്നത്. ആൻഡ് അതുമാത്രമല്ല, ഇവരുടെ എനർജിയിൽ തന്നെ കണക്റ്റഡായിട്ട് നിൽക്കുന്ന, നിങ്ങളല്ലാതെ കണക്റ്റഡായിട്ട് നിൽക്കുന്ന വേറൊരു വ്യക്തിയെയും കൂടിയും കാണിക്കുന്നുണ്ട്. അതായത് ഏറെക്കുറെ പേരും ഇവിടെ മാരേജ് ആയിട്ടുള്ളവരുടെ എനർജിയാണ്. ഓക്കെ, അതല്ലാതെ തന്നെ എനിക്ക് ഏറെക്കുറെ വ്യക്തികൾക്കും ഇവർ മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് സോളുകളുണ്ട് ഇവിടെ. ഓക്കെ, അവരുടെ സോൾ കണക്ഷനിൽ അവർ മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സോൾ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് അതൊരു ഡിവൈൻ വില്ലായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതായത് ഇതൊരു ഡിവൈൻ പ്ലാനാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആവുക എന്നുള്ളത് ഡിവൈൻ പ്ലാൻ തന്നെയാണ്. ഈ ഒരു സമയത്ത് ആ ഒരു നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് പേരെ മീറ്റ് ചെയ്യാനായിട്ടുള്ളതുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു മീറ്റിങ്ങിലാണ് പലരെയും കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. ആ കണ്ടുമുട്ടലിലാണ് പലതിലും അവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവാനായിട്ട് പോകുന്നത്. നിങ്ങളോട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേറെ പലരെയും കണ്ടുമുട്ടാനിടയാകുകയും അവരൊരു കമ്മ്യൂണിക്കേഷനിൽ വരികയും അത്തരത്തിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങളുടേതായിട്ടുള്ള അവർക്ക് ആ തിരിച്ചറിവുകൾ കിട്ടില്ല. ഓക്കെ, ഇങ്ങനൊരു സെപ്പറേഷനിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു തിരിച്ചറിവ് വരണമെന്നാണ് ഇവിടെ ഒരു ഡിവൈൻ പ്ലാൻ. അങ്ങനെയേ വരുള്ളൂ. ഓക്കെ, ഇതിലേറെക്കുറെ പേർക്കും ഇതൊരു ടിൻ ഫ്ലെയിം എനർജി ആയിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് എനിക്ക് ടിൻ ഫ്ലെയിം എനർജി കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഈ ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ മാത്രമല്ല, എനിക്ക് സ്പിരിച്വൽ കണക്ഷൻ, ഡിവൈൻ കണക്ഷൻ ആയിട്ടുള്ളൊരു ഇതും കാണിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഈ പറയുന്ന ടാരറ്റ് റീഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല. എന്തായാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ ഡിവൈൻ കണക്ഷനാണ്. ആൻഡ് ടിൻ ഫ്ലെയിം കണക്ഷൻ കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഡിവൈനായിട്ട് സെപ്പറേറ്റ് ആക്കണതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു. അവിടെ ആ ഒരു വ്യക്തി നിങ്ങളിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ പല സോളുകളെയും കണ്ടുമുട്ടേണ്ടതുണ്ട്. അത് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പായിട്ടൊന്നും എടുക്കണ്ട. പല സോളുകളെയും കണ്ടുമുട്ടണം അവർ. ഓക്കെ, എങ്കിൽ മാത്രമാണ് തിരിച്ചറിവുകൾ ഉണ്ടാവുക. അതുമാത്രമല്ല, ഇതിലേറെ കുറേ പേരെയും ഡിവൈൻ സെപ്പറേറ്റഡ് ആക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സ്പിരിച്വൽ ലെവല് ഇൻക്രീസ് ആവാനാണ്. നിങ്ങളെ സെപ്പറേറ്റ് ആക്കും യൂണിവേഴ്സ്. അതിൽ നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത് എടുത്തിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ വിട്ടുകൊടുക്കാതെ എങ്ങനെ അത് തിരിച്ചു പിടിക്കുന്നു എന്നതാണ് യൂണിവേഴ്സിന് അറിയേണ്ടത്. അതായത് നമ്മൾക്ക് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാധനം വെറുതെ കിട്ടിയിട്ട് അവിടെ കാര്യമില്ല, അല്ലെങ്കിൽ വെറുതെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് അറിയണ്ടായില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് അറിയണ്ടായിരിക്കില്ല. ഒരു സാധനം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് വളരെയധികം തിരിച്ചറിയും.
അത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, ആ വ്യക്തിക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക. നിങ്ങളെക്കൊണ്ട് എന്തിനാണ് ഇവിടെ ഒരു സെപ്പറേഷൻ ഡിവൈൻ എന്തിനാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജിൽ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് അറിയാൻ സാധിക്കുന്നു, എങ്ങനെയൊക്കെ ആ ഒരു പേഴ്സണിൻ്റെ പേഴ്സണെ തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അതിലാണ് നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രാർത്ഥനകൾ, ഒരുപാട് പ്രയേഴ്സ് മുമ്പ് ഇതുപോലെ ഒന്നും എടുത്തിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ പ്രയേഴ്സൊന്നും. അതുപോലത്തെ പ്രയേഴ്സൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും, പല പല ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, പല പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ആ ഒരു വ്യക്തി. അതിലൂടെ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വർദ്ധിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു കാര്യങ്ങളും എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം സ്പിരിച്വലി അവൈക്കണിങ് ആകണമെന്ന് യൂണിവേഴ്സ് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്പിരിച്വൽ അവൈക്കണിങ്ങിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവിടെ വരണം. ഇതൊരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ കൂടി ആയിട്ട് കുറേ കാലം നിന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ എങ്ങനെ ശരിയാക്കി എടുക്കണം അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു പേഴ്സണ് പണ്ടത്തെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളടുത്ത് കാണിക്കുന്നേ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു സ്പിരിച്വൽ അവേക്കണിങ് ആണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത്. ഓക്കെ, ആൻഡ് ഞാൻ പറഞ്ഞു ഇവിടെ ട്വിൻ ഫ്ലെയിംസിൻ്റെ എനർജി നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, ഈ ഒരു ട്വിൻ ഫ്ലെയിം എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു സോളിൻ്റെ തന്നെ പകുതി ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ പകുതിയാണ് ആ ഒരു പകുതി. പക്ഷെ ആ ഒരു പകുതിക്ക് അവിടെ സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടായിരിക്കില്ല. ഒരുപാട് കുറവുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കും, ഒരുപാട് ഇൻസെക്യൂരിറ്റി അതിപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഡിവൈൻ ആയിട്ടുള്ള ഒരു ഭാഗം അതിൻ്റെ ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അവർക്ക് ഓൾറെഡി സ്പിരിച്വൽ ആയിട്ടുള്ള അവേക്കണിങ് നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങൾക്ക് അവിടെ കുറച്ച് കാലം മുമ്പ് തന്നെ ഉള്ളിൽ നിങ്ങളുടെ ഇന്നർ സോളിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഇന്നർ സോളിൽ സംഭവിച്ച് ഇവിടെ ഈ ഒരു ബന്ധത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ അവേക്കണിങ് സ്റ്റേജിലേക്ക് പോകുകയാണ്. ഓക്കെ, അപ്പുറത്തെ ആ ഒരു ട്വിൻ ഫ്ലെയിമിനെ നിങ്ങളെ പാതി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കുറവുകൾ ഉണ്ടായിരിക്കും, പ്രശ്നങ്ങളുണ്ടായിരിക്കും. അവർക്ക് ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു സ്നേഹബന്ധം എത്ര സ്ട്രഗിളിലും നിങ്ങളെന്ന വ്യക്തി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ബന്ധമാണെങ്കിൽ തന്നെ എത്ര സ്ട്രഗിൾ നിറഞ്ഞതാണെങ്കിലും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹബന്ധം അത്ര ഈസി ഗോയിങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ല. ഡിവൈൻ കണക്ഷൻ ആയതുകൊണ്ട് നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റില്ല. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ഇംബാലൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക്. ആദ്യ കാലഘട്ടങ്ങളിൽ നല്ല സ്നേഹവും നല്ല സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസുകൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സന്തോഷത്തിലേക്കാളും ഉപരി ദുഃഖങ്ങളായിരിക്കണം. പക്ഷെ എങ്കിൽ പോലും എത്ര സ്ട്രഗിൾ നിറഞ്ഞതാണെങ്കിലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100 ബന്ധങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് ഈസിയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ബന്ധം ലൈഫ് ലോങ് നമ്മൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് വിജയം. അപ്പോൾ അങ്ങനൊരു സംഭവം നമ്മൾക്ക് ഇന്നറായിട്ടൊരു റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്ന എന്ത് പ്രശ്നത്തെയും പല കാര്യത്തെയും നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്തും കിട്ടും. പക്ഷെ ആ ഒരു വ്യക്തിക്ക് അവിടെ ഇല്ല. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞു എന്ന് പറയാം. നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്തിൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ പല വഴികളും നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ യൂട്യൂബിലെ കൂടെ തന്നെ നിങ്ങൾ പലതും മന്ത്രങ്ങൾ, കാര്യസിദ്ധി മന്ത്രങ്ങൾ, മാനിഫെസ്റ്റേഷൻ മെത്തേഡ്, പല കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അതിലൂടെ തന്നെ സ്പിരിച്വലി അവൈക്കണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പേഴ്സണ് സെപ്പറേറ്റഡ് ആയിട്ട് നിന്നിട്ട് പല സോളുകളെയും ഇതുപോലെ കണ്ടുമുട്ടിയിട്ടാണ് അവർ കണ്ടുമുട്ടുന്നുണ്ട്. പല ഓപ്ഷൻസും അവർക്ക് വരുന്നുണ്ട്. അത് തേർഡ് പാർട്ടി എന്ന് പറയണ്ട. ഓക്കെ, അതിലൂടെ അവർക്ക് പല കാര്യങ്ങളിലും പല തിരിച്ചറിവുകൾ ഉണ്ടാവാനായിട്ട് പോവുകയാണ്.